ബോളിവുഡ് താരം ഷാറൂഖ് ഖാനെതിരെ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാസ് വിജയ് വർഗിയയും സാധ്വി പ്രാജിയും നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം വ്യാപകം. പ്രധാനമന്ത്രി ഷാറൂഖ് ഖാനോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടു. എന്നാൽ നേതാക്കളുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു ബിജെപിയുടെ പ്രതികരണം. അതിനിടെ ഷാറൂഖ് ഖാനെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ച ഹാഫിസ് സയ്യിദ് രംഗത്തെത്തി. ഷാറൂഖ് ഖാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിലും മനസ്സ് പാകിസ്ഥാനിലാണെന്നായിരുന്നു ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ് വർഗിയ ആരോപിച്ചത്. ഷാറൂഖിന്റെ സിനിമകൾ ഇന്ത്യയിലാണ് കളിക്കുന്നത്, എന്നിട്ടും അദ്ദേഹം ഇന്ത്യയിൽ അസഹിഷ്ണുത ഉണ്ടെന്ന് പറയുന്നു. മുംബൈയിൽ 1993 നവംബർ 26 ഭീകരാക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഷാറൂഖ് എവിടെയായിരുന്നുവെന്നും വിജയ് വർഗിയെ ചോദിച്ചു. ഷാറൂഖ് ഖാൻ പാക് ഏജന്റാണെന്ന് സ്വാതി പ്രാജി പറഞ്ഞതിന് പിന്നാലെയാണ് വിജയ് വർഗിയയും ഷാറൂഖിനെതിരെ തിരിഞ്ഞത്. ഇന്ത്യയിൽ അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്നുണ്ടെന്ന ഷാറൂഖിന്റെ പ്രസ്താവനയാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. शर्म की बात है शाहरुख खान को जो इस तरह की बयानबाजी करके हिंदुस्तान की छवि खराब कर रहे हैं, और मैं समझती जो इस तरह की बात करते हैं वो हिंदुस्तानी नहीं हो सकते, निश्चित रूप से वो पाकिस्तानी एजेंट है. അതേസമയം വിവാദ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിക്കും ബിജെപി എംപിമാർക്കും സഹിഷ്ണുതയില്ലെന്നും ഇത്തരം പരാമർശങ്ങൾ നടത്താൻ നേതാക്കളെ പ്രേരിപ്പിക്കുന്നത് മോദിയാണെന്നും കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. तो उसके खिलाफ ऐसी कोई बात करना नहीं चाहिए. शाहरुख अपने विचार रखे होंगे, लेकिन आप उनको पाकिस्तान में जाकर बसो कहना, अगर कोई अंग्रेजी पढ़ा तो जाके यूके में बसो बोलना, ये ऐसी बातें हैं. तो ऐसे बात करने वालों को പ്രൈം മിനിസ്റ്റർ എൻകറേജ് സഹിഷ്ണുതയാണോ നേതാക്കളുടെ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്ന് അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കണമെന്ന് JDU നേതാവ് KC ത്യാഗി ആവശ്യപ്പെട്ടു. ഷർമിള ടാഗോറും ഷാറൂഖിന് പിന്തുണയുമായെത്തി. എന്നാൽ കൈലാസ് വിജയ് വർഗിയുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു ബിജെപിയുടെ പ്രതികരണം. പ്രതിഷേധം വ്യാപകമായതോടെ നിലപാട് മയപ്പെടുത്തി വിജയ് വർഗിയ രംഗത്തെത്തി. ഇന്ത്യയിൽ അസഹിഷ്ണുതയുണ്ടായിരുന്നെങ്കിൽ അമിതാഭ് ബച്ചന് ശേഷം ഇത്രയും ജനകീയനായ നടനാകാൻ ഷാറൂഖ് ഖാന് കഴിയുമായിരുന്നില്ല. തന്റെ പരാമർശം ദുർവ്യാഖ്യാനം ചെയ്തതാണ്, ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ട്വീറ്റ് പിൻവലിക്കുന്നതായും വിജയ് വർഗിയ ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം ഷാറൂഖ് ഖാന് ഇന്ത്യയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് വരാമെന്ന് മുംബൈ ഭീകരാക്രമണ കേസിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് ട്വിറ്ററിൽ കുറിച്ചു. റിപ്പോർട്ടർ, ദില്ലി.